ഹലോ, എല്ലാവർക്കും മാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് തോരനാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 5 വലിയ ക്യാരറ്റാണ് എടുത്തത്. അതുപോലെ തന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ തോല് കളഞ്ഞിട്ട് ഇതൊരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ ക്യാരറ്റെല്ലാം ഞാൻ ഇത് കണ്ടില്ലേ, ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് പിന്നെ വളരെ ചെറുതായിട്ട് തന്നെയാണ് ചോപ്പ് ചെയ്ത് എടുത്തത്. കണ്ടില്ലേ, ഉള്ളി അതുപോലെ തന്നെയാണ് ചോപ്പറിലിട്ടിട്ട് ഞാൻ ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 പച്ചമുളക് കീറിയത് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ കടുകും കൂടെ ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് അതുപോലെ തന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഏറ്റവും ആദ്യം ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് പിന്നെ അതിൻ്റെ മസാലയൊക്കെ അരപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊരു മീഡിയം ലോ ടു ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ കറിവേപ്പില കിട്ടുന്നവർ കറിവേപ്പില കൂടി ചേർക്കാൻ മറക്കരുതേ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് അടച്ച് വെക്കാം. മീഡിയം ലോ ടു ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ക്യാരറ്റും പിന്നെ ഒനിയനും അതായത് സവാളയും പിന്നെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് അതിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനുള്ള മസാലക്ക് വേണ്ടിയുള്ള സാധനം പിന്നെ ഒരു 1/4 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക്. അപ്പോൾ അത് നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഒരു 10-14 അല്ലി പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് കുറവുണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പ് കൂടി അതിൻ്റെ കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ പകുതി വെന്ത തോരനിലേക്ക് നമുക്ക് ഈ മസാല മറ്റേ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും തേങ്ങയും പിന്നെ ഇച്ചിരി ഉപ്പ് കുറവിലുണ്ട്. ഉപ്പ് കൂടി ആ മസാലയുടെ കൂടി ഉണ്ട് ഇങ്ങനെ ചതച്ചെടുത്തിട്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കുറച്ച് നടുക്കേ കൂടെ ഒന്ന് വകഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് ആ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ടൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പിന്നെ തോരനെല്ലാം 4 സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം. അപ്പോൾ ഇനി ഒരു 6-7 മിനിറ്റ് കൂടി വേണം ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോഴേക്കും ആ തേങ്ങയെല്ലാം നന്നായി ഒന്ന് വെന്ത് വരും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. നമുക്കൊരു 6-7 മിനിറ്റ് കൂടി സിമ്മിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ തോര റെഡിയായി വന്നിട്ടുണ്ട്. ആ തേങ്ങയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ തേങ്ങ ഈ തോരൻ വെക്കുന്ന സമയത്ത് തേങ്ങ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ രാത്രി വരെ തോരൻ കേടാവാതിരിക്കും. തോരനെ നമ്മൾ പിന്നീട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അല്ലാത്തവർ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ രാത്രി വരെ തോരൻ കേടാകാതിരിക്കും. കണ്ടില്ലേ, നമ്മുടെ തോരനൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ആ തേങ്ങയൊക്കെ വന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ വളരെ കറക്റ്റാണ്. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം
അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.